അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ 2004 മുതൽ 2014 വരെയുള്ള UPA സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇവിടെ നടന്ന സ്ഫോടനങ്ങൾ, ഭീകരാക്രമണങ്ങൾ എല്ലാം നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. ഈ RVS മണി അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാജ്യം ബോംബ് സ്ഫോടനങ്ങളിൽ നടുങ്ങി നിൽക്കുന്ന സമയത്ത് കണ്ണാടിക്ക് മുന്നിലിരുന്ന് മുടി ചീകുകയും മുടി മിനുക്കുകയും അതുപോലെ ഓരോ സമയവും മാധ്യമങ്ങളെ കാണുമ്പോൾ ഓരോ മണിക്കൂറിലും വേഷം മാറി വരുന്ന ആഭ്യന്തരമന്ത്രിയാണ് രാജ്യത്തിനുണ്ടായിരുന്നത് എന്നാണ്. അതായത് ഇവരൊക്കെ കൂടി ചേർന്ന് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ എത്രമാത്രം അപകടത്തിലാക്കി എന്നതിൻ്റെ ഓരോ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നിന്നുള്ള ആ മുൻ കേന്ദ്രമന്ത്രിയുടെ പേരുകൂടി ഈ രാജ്യസുരക്ഷ അപകടമാക്കപ്പെട്ട ആ ലിസ്റ്റിലേക്ക് വരികയാണ്. ഇവിടെ ഇപ്പോൾ ചോദിച്ചല്ലോ, 2008 നവംബർ മാസം 26 ബോംബെയിൽ നടന്ന സ്ഫോടനം അതിൻ്റെ പിന്നിൽ ഹിന്ദുത്വവാദികളാണെന്ന് ആരാ പറഞ്ഞതെന്ന്? ഇയാളാ പറഞ്ഞത്. ഇതാണ് ദിഗ്വിജയ് സിംഗ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് ദിഗ്വിജയ് സിംഗ് പുസ്തകം എഴുതി. RSS की साजिश. ആ പുസ്തകത്തിന്റെ അത് പ്രസിദ്ധീകരണ ചടങ്ങാണ്. ഈ പ്രസിദ്ധീകരിച്ചു ആ പുസ്തകം, അതിൻ്റെ പബ്ലിഷിംഗ് ആ ചടങ്ങിൻ്റെ ഫോട്ടോ ആണിത്. അതായത് RSS 2611 RSS की സാജിഷ്, അതായത് 26/11 RSSന്റെ ഗൂഢാലോചന. അപ്പം ദിഗ്വിജയ് സിംഗ് ആണ് ഇത് പറഞ്ഞത്. ഇനി ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. മൻമോഹൻ സിംഗും മറ്റേ എന്താ പറയാ ഇപ്പൊ യാസിൻ മാലിക്കും കൂടി നിൽക്കുന്ന ഫോട്ടോ. അത് ഇന്ത്യയിൽ ഇപ്പൊ ഇനി കാണാൻ ആരുമില്ല. യാസിൻ മാലിക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് യൂട്യൂബ് ചാനലിൽ. യാസിൻ മാലിക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് BBC യൂട്യൂബ് ചാനലിൽ. ഇപ്പൊ അടിച്ചാൽ കിട്ടും. അതിൽ ചോദിക്കുകയാണ്, നിങ്ങൾ 4 എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ കൊന്നില്ലേന്ന്. അതായത് 1991 കാശ്മീരിൽ വെച്ച് 4 എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ വെടിയേറ്റ് മരിച്ചു. അവർ വീട്ടിൽ നിന്ന് ക്വാർട്ടേഴ്സിൽ നിന്ന് ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അവരെ വെടിവെച്ച് കൊന്നു. അപ്പോൾ യാസിൻ മാലിക്കിൻ്റെ ഉത്തരമാണ്, ഞങ്ങൾ അത് കൊലപാതകമൊന്നുമല്ല, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള മുന്നേറ്റത്തിൽ സംഭവിച്ചതാണ്. ഈ യാസിൻ മാലിക്കിനെയാണ് 2006-ലോ 2007-ലോ കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ PMOയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് സൽക്കരിച്ച്. ആ ഫോട്ടോ നാട് മുഴുവനുള്ള ഫോട്ടോ, എല്ലാവരും കണ്ട ഫോട്ടോ ആണ്. യാസിൻ മാലിക്കും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൂടി ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്നത് എവിടെ? ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ഇയാൾ 94-ലോ 95-ലോ ഇന്റർവ്യൂ കൊടുത്തു BBCക്ക്. അതായത് 91-ൽ 4 എയർഫോഴ്സ് ജീവനക്കാരെ കൊന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. ഇപ്പം അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്ന കേസിൽ ജയിലിൽ ജീവപര്യന്തത്തിനാണ്. 4 എയർഫോഴ്സ് ജീവനക്കാരെ കൊന്ന കേസ് വിചാരണയിലാണ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു, പ്രതി ചേർത്തു. എന്തിനാ? സരള ഭട്ട് എന്ന് പറയുന്ന ശ്രീനഗറിലെ ഒരു പാവം സർക്കാർ ഉദ്യോഗസ്ഥ, ഒരു പാവം നിരായുധയും നിസ്സഹായയുമായ ഒരു പെൺകുട്ടി, 27 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് കഷ്ണം മുറിച്ച് കൊന്ന കേസിൽ അവരുടെ വളരെ വികൃതമാക്കപ്പെട്ട വെടിയുണ്ടകളാൽ തുളച്ച മൃതശരീരം ശ്രീനഗറിലെ റോഡ് വക്കിന്ന് കിട്ടി. ആ കേസിൽ ഇപ്പോൾ ഈ മഹാനെ പ്രതിയാക്കിയിരിക്കുക. ആരാ? ഈ യാസിൻ മാലിക്കിനെ. ഇയാളെയാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തൻ്റെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂട്ടിക്കൊണ്ടുപോയി സൽക്കരിച്ചത്. നോക്ക്, ഇതൊക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇതൊന്നും കണ്ണടച്ചിരുട്ടാക്കി കാര്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ RVS മണി എന്തോ പറഞ്ഞു. RVS മണിയുടെ പ്രസ്താവനകൾക്ക് രാഷ്ട്രീയമായി പ്രത്യാഘാതങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ശരത് പവാർ ദേവേന്ദ്ര ഫഡ്നവിസിനെ കണ്ടിട്ടുണ്ട്. അതായത് NCP ചാടാൻ പോവുകയാണ്, ശരത് പവാർ വിഭാഗം ചാടാൻ പോവുകയാണ്. അതായത് കാര്യങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. പല വെളിപ്പെടുത്തലുകളും പല നടപടികളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ശരത് പവാർ ഇന്നലെ രാത്രി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി BJPയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസിനെ കണ്ടു. കൂടെ ജയന്ത് പട്ടേൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് പവാറിൻ്റെ മകൾ സുപ്രിയ സൂളെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഡീലിമിറ്റേഷൻ ആക്ട് ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ്.
മണ്ഡല പുനഃക്രമീകരണ നിയമം ഇതായിരുന്നല്ലോ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയത്. അതെ. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നാൽ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയൊരു കഷ്ണം ഇങ്ങോട്ട് വന്നു. ഉദ്ധവ് ഠാക്കറെയുടെ 6 MP-മാർ മാറി, ശരത് പവാർ മാറുകയാണ്. ശരത് പവാർ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തനാണ്. ഇന്ന് അദ്ദേഹത്തിന് 85 വയസ്സായി. പക്ഷേ പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തനായ നേതാവാണ് അദ്ദേഹം. ഒരു കാലത്ത് അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെ കരുത്ത് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ. DMK ഇപ്പോൾ പഴയ DMK അല്ല, അവർക്ക് കോൺഗ്രസുമായി അവർ പതുക്കെ പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഡൽഹിയിൽ ഞാൻ പറഞ്ഞത് ശരത് പവാറിനെ പോലത്തെ ഒരാൾ മാറി ചിന്തിക്കണമെങ്കിൽ എന്തൊക്കെയോ രാഷ്ട്രീയമായ വിഷയങ്ങൾ ഡൽഹിയിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. എന്തൊക്കെയോ ചില പഴയ കഥകൾ, പഴയ പ്രശ്നങ്ങൾ പൊന്തി വരാൻ പോകുന്നുണ്ട്. പഴയ UPA സർക്കാരിൻ്റെ കാലത്തെ പല മന്ത്രിമാർ പലരൊന്നും ജീവനോടില്ല. പറഞ്ഞ മൻമോഹൻ സിംഗ് ഒന്നും ജീവനോടില്ല. ഇങ്ങനെ പല മന്ത്രിമാരും പല കുഴപ്പത്തിനും ചാടാൻ പോവുകയാണ്, പല കാര്യങ്ങളും പുറത്തു വരാൻ പോവുകയാണ്. അതിനൊരു തുടക്കം മാത്രമാണ് RVS മണി ഈ സ്മിതയ്ക്ക് കൊടുത്ത NIക്ക് കൊടുത്ത ഇൻ്റർവ്യൂ എന്ന് മനസ്സിലാക്കി പ്രതിപക്ഷത്ത് വലിയ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു ലാഘവത്തോടെ ഒരു പഴയ ഉദ്യോഗസ്ഥൻ എന്തോ വിളിച്ചു പറയുന്നു എന്നൊന്നും ആരും എടുക്കണ്ട. ഇത് വലിയ പ്രശ്നമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വലിയ ഒരു എന്താ പറയുക, ഒരു സ്ഫോടനം തന്നെ സംഭവിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം.